ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ഏപ്രിൽ 18, 2024 നടത്തിയ ജൂനിയർ അസിസ്റ്റൻറ്റ്, LD ക്ലർക്ക്, സീനിയർ സൂപ്രിണ്ടൻറ്റ് എന്നീ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ: അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ: അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ വൈദ്യശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ: അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. നാലാമത്തേത്: പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതിൽ തെറ്റായിട്ടുള്ളത് മൂന്നാമത്തേതാണ്, അതായത് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നത് തെറ്റാണ്. അത് പണിതത് ഡച്ചുകാരാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത്: ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി, മൃഗബലി നിരോധിച്ചു, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇത് ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ദേവദാസി സമ്പ്രദായം 1926 തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചത് 1929 മൃഗബലി നിരോധിച്ചത് 1925, പിതൃതല അണുകുടുംബം 1928. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ വരുന്നത് ബി ആണ്, അതായത് 3, 1, 4, 2. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡൻഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ ഹക്കീം അജ്മൽ ഖാനാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1921 പ്രസിഡന്റ് ആയിരുന്നു. അടുത്തത് അബ്ദുൽ കലാം ആസാദ്. 1923. മഹാത്മാഗാന്ധി വന്നിരിക്കുന്നത് 1924. വല്ലഭായ് പട്ടേൽ 1931. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. A2, B4, C1, D3. അടുത്ത ചോദ്യം: ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻസ് വന്നിരിക്കുന്നത്: ബംഗാൾ ഗസറ്റ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി, രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ്, മധുസൂദൻ റേ, മിറാത്തുൽ അക്ബർ, ഫിറോസ് ഷാ മേത്ത. നമുക്കറിയാം, ബംഗാൾ ഗസറ്റ് എന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രമാണ്. അദ്ദേഹം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെയാണ്. ഹിന്ദു പാട്രിയറ്റ് എന്നത് മധുസൂദനൻ റേയുടെയാണ്. ഇതിൽ തെറ്റായിരിക്കുന്നത് മിറാത്തുൽ അക്ബർ ആണ്. അത് ഫിറോസ് ഷാ മേത്തയുടേതല്ല, രാജാറാം മോഹൻ റായുടേതാണ്. അതുകൊണ്ട് നമ്മുടെ ഇതിലുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, 4. അടുത്ത ചോദ്യം അസേഷൻ റീസൺ ടൈപ്പാണ്. അതായത് ഒരു വാദം തന്നിരിക്കും, അതിൻ്റെ കാരണവും തന്നിരിക്കും. കാരണവും വാദം ശരിയാണോ എന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. തന്നിരിക്കുന്ന വാദം: പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. പാണ്ഡ നയതന്ത്രം എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്താനോ അതുപോലെ ദൃഢമാക്കാനോ വേണ്ടിയിട്ട് ജയൻ്റ് പാണ്ഡകളെ മറ്റു രാജ്യങ്ങൾക്ക് സമ്മാനമായോ അല്ലെങ്കിൽ ലോണായോ നൽകുന്ന ചൈനീസ് രീതിയാണ് പാണ്ഡ നയതന്ത്രം. ഇത് ശരിയായൊരു കാര്യമാണ്. പക്ഷേ തന്നിരിക്കുന്ന കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു എന്നത് ഇതിൻ്റെ ഒരു കാരണമല്ല. പക്ഷേ അതും ശരിയാണ്. അതായത് അസേഷനും റീസണും ഇവിടെ ശരിയാണ്. പക്ഷേ ഈ വാദത്തിൻ്റെ കറക്റ്റ് കാരണമല്ല തന്നിരിക്കുന്നത്.
പിങ് പോങ് നയതന്ത്രം എന്ന് വെച്ചാൽ ടേബിൾ ടെന്നീസ് പ്ലേയേഴ്സിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് USA-യും ചൈനയും തമ്മിൽ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആദ്യം തന്നിരിക്കുന്ന അസേഷന് ഇതൊരു കാരണമാവുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, എ, ആർ എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല. അടുത്ത ചോദ്യം, 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തെറ്റാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. രണ്ടാമത്തേത്, എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത ആഘോഷിക്കുന്നു. മൂന്നാമത്തേത്, സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. നാലാമത്തേത്, 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിൽ തെറ്റായി തന്നിരിക്കുന്നത് ഒന്നാമത്തേതും നാലാമത്തേതും ആയിട്ടുള്ള ഓപ്ഷൻസാണ്. മൻ കി ബാത്തിൻ്റെ 150-ാമത്തെ എപ്പിസോഡല്ല, ഇത് 100-ാമത്തെ എപ്പിസോഡായിരുന്നു. അതുപോലെ 20 തീമുകളുടെ കലാപരമായിട്ടുള്ള പ്രദർശനം എന്നതും തെറ്റാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ, കൊങ്കൺ സമതലം. ഓപ്ഷൻ ബി, കത്തിയവാർ പെനിൻസുല. ഓപ്ഷൻ സി, കച്ച് സമതലം. ഓപ്ഷൻ ഡി, ഉത്കൽ സമതലം. ഇതിൽ ഓപ്ഷൻ ഡി ആണ്. ഉത്കൽ സമതലം എന്നത് ഒഡീഷ തീരമാണ്. അത് നമുക്കറിയാം കിഴക്ക് ഭാഗത്താണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. ഓപ്ഷൻ ബി, അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു. ഓപ്ഷൻ സി, വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഗർജിക്കുന്ന ഫോർട്ടീസ്, അതായത് റോറിംഗ് ഫോർട്ടീസായി വീശുന്നു. ഓപ്ഷൻ ഡി, മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതിൽ തെറ്റായി തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു എന്നത് തെറ്റാണ്. ഇത് തെക്കൻ അർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ സി. അടുത്ത ചോദ്യം, വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഓപ്ഷൻ എ, ഡോപ്സൺ യൂണിറ്റ്. ഓപ്ഷൻ ബി, ലെക്സ്. ഓപ്ഷൻ സി, ബ്യൂഫോർഡ് സ്കെയിൽ. ഓപ്ഷൻ ഡി, പാർട്സ് പെർ 1000. ഇതിലെ ആൻസർ ഡോപ്സൺ യൂണിറ്റാണ്. ലെക്സ് എന്നത് ഇലുമിനൻസിൻ്റെ യൂണിറ്റാണ്. അതുപോലെ ബ്യൂഫോർഡ് സ്കെയിൽ എന്നത് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഒരു യൂണിറ്റാണ്. അതുപോലെ പാർട്സ് പെർ 1000 എന്നത് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഡോപ്സൺ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഒന്നാമത്തേത്, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായതാണ് കാമ്പ്. രണ്ടാമത്തേത്, ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മൂന്നാമത്തേത്, മൊഹറോവിക് വിരാമം താഴ്ന്ന പുറംതോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. നാലാമത്തേത്, പുറംതോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും ശരിയായ പ്രസ്താവനകളാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ളൊരു ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.